ഹായ് ഗൈസ്, എല്ലാവർക്കും ലുക്ക് ബ്യൂട്ടിഫുൾ വിത്ത് നിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിയ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നസ്രിയ നസീം ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. ഞാനിത് കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന്. പക്ഷെ അതിങ്ങനെ ഒരു പെൻഡിങ് ലിസ്റ്റിൽ കിടക്കുകയായിരുന്നു. ബട്ട് അപ്പം 2 ദിവസം ഇപ്പോൾ റീസെൻ്റ്ലി ആണല്ലോ ആളുടെ പുതിയ തിരിച്ചു വരാനുള്ള ഒരു മൂവിയുടെ ട്രെയിലർ സോങ് ഇറങ്ങിയത്. നല്ല ഭംഗിയില്ല അവളതിൽ കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എന്താ പറയുക, അപ്പോഴാണ് എനിക്ക് ആ ഒരു തോട്ട് വീണ്ടും തിരിച്ചു വന്നത്. ഇൻസ്പയർഡ് ലുക്ക് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് എനിക്ക് വീണ്ടും വന്നത് അതുകൊണ്ടാണ്. ആക്ച്വലി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരു സ്കിൻ ടൈപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതാണ് സ്കിൻ ടൈപ്പ് എന്ന് പറയാൻ. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ചെയ്യാൻ അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് എന്തോ ആ ട്രെയിലർ വീഡിയോ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണം തോന്നി. ബട്ട് ഈ വീഡിയോയിലെ ലുക്കല്ല ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോയിലെ ലുക്ക് എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ലുക്ക് പോലത്തെ ഒരു ലുക്കാണ്. പെട്ടെന്ന് മേക്കപ്പ് ഉണ്ടെന്ന് ഐഡന്റിഫൈ, കാരണം ഐ ഷാഡോസ് ഒന്നുമില്ല, മറ്റേ കണ്ണെഴുതിയിട്ടില്ല, അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. അപ്പം ആ ലുക്കല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ലുക്കാണ്. ഈ ലുക്ക് കണ്ടപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇൻസ്പയർ ലുക്ക് ചെയ്യാൻ വിചാരിച്ചത്. എനിക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ നസ്രിയയിലെ വിങ്ഡ് കണ്ണെഴുതിയിട്ടുള്ള ലുക്കാണ് എനിക്ക് നസ്രിയയുടെ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഭംഗിയില്ല ആളെ കണ്ണെഴുതി കാണാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആസ് യൂഷ്വൽ ഞാൻ ഇപ്പം എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ബയോട്ടിക് അഡ്വാൻസ്ഡ് ആയുർവേദയുടെ മോർണിംഗ് നെക്ടർ ഫ്ലോലെസ് സ്കിൻ ലോഷൻ ആണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എൻ്റെ വീഡിയോസിലൊക്കെ തന്നെയാണ് ഞാൻ പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം അത് തന്നെയാണ് ഞാനിപ്പോഴും പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പ്രൊഡക്ട്സ് കയ്യിലെടുത്തിട്ട് ഡോട്ടായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. സർക്കുലർ മോഷനിൽ റബ് ചെയ്യാം കേട്ടോ. ആക്ച്വലി ഞാനിപ്പം പ്രൈമർ ഇട്ടിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു, 1 to 3 minutes ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പം അതിന്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുള്ള പ്രൈമർ നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ടൊന്ന് സിങ്ക് ആയിട്ട് നിൽക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ കിടക്കാം. ഈ ലുക്ക് ആക്ച്വലി ഒരു അവാർഡ് നൈറ്റിന്റെ ലുക്കാണ്. അപ്പോൾ നമ്മുടെ BB ക്രീം യൂസ് ചെയ്തിട്ട് അതിനെക്കാട്ടും എനിക്ക് നന്നായിട്ട് തോന്നിയത് നമ്മുടെ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് റെവ്ലോൺ കളർസ്റ്റേയുടെ മറ്റേ ഫൗണ്ടേഷൻ ആണ്. ആക്ച്വലി ഇത് ഞാൻ വാങ്ങുമ്പം ഞാനിത് ആക്ച്വലി ഓൺലൈൻ തന്നെയാണ് വാങ്ങിയത്. അപ്പം ഓൺലൈൻ വാങ്ങിയപ്പോൾ എന്താ പറ്റുക ഷെയ്ഡ് എനിക്ക് കുറച്ച് എൻ്റെ സ്കിൻ കളറിനെക്കാട്ടും ഒരു ഇത്തിരി ഡാർക്കാണ് ഈ ഷെയ്ഡ്, ഒരു 1-2 ഷെയ്ഡ് ഡാർക്കാണ്. അപ്പോൾ ഞാൻ നോർമൽ, പക്ഷെ എനിക്ക് ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര മാറ്റ് ഫിനിഷാണ്. അപ്പം നല്ല ഈസിലി ആയിട്ട് ബ്ലെൻഡ് ആവും. എനിക്കിത് ഭയങ്കര എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ബട്ട് ഇതിന്റെ കളർ മാത്രം ഒരു 1-2 ഷെയ്ഡ് കുറച്ചൊരു ഡാർക്കറാണ്. അപ്പം ഞാൻ നോർമലി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു മേബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പം ഇതെനിക്ക് വലിയ കുഴപ്പമില്ല, എനിക്ക് എൻ്റെ എക്സാക്ട് ഷെയ്ഡാണ്. ഞാൻ ആക്ച്വലി എന്താ വെച്ചാൽ ഇത് കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഇതിൻ്റെ ഒരു 2 to 3 ഡ്രോപ്സ് കുറച്ചൊന്ന് ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ആക്ച്വലി ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഈ ഫൗണ്ടേഷന്റെ കളറ്, ഇതാണ് എൻ്റെ മേബിലിൻ ഫിറ്റ്മിയുടെ കളർ. ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള കളറായിരിക്കും. ഇതാണ് മിക്സ് ചെയ്തിട്ടുള്ള കളർ. അപ്പം ഇതെനിക്ക് എക്സാക്റ്റ് മാച്ചാണ്. അപ്പം ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഇത് ഞാൻ എൻ്റെ വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ മേബിലിൻ ഫിറ്റ്മിയുടെ തന്നെ മേബിലിൻ ഫിറ്റ്മിയുടെ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. അത് അണ്ടർ ഐസിലും പിന്നെ എൻ്റെ പ്രോബ്ലമാറ്റിക് ഏരിയാസിലൊക്കെ കുറച്ചൊരു എക്സ്ട്രാ കവറേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കോമ്പാക്ട് ഇടുന്നുണ്ട്. ഇതിൽ കോമ്പാക്ട് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസിന്റെ മാറ്റ് മാജിക് ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ എൻ്റെ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്.
ഇത് നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാനൊക്കെ അതുപോലെ ഓയിലി സ്കിൻ ആണെങ്കിലൊക്കെ ഈ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ മേക്കപ്പ് അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മേക്കപ്പിനെ ആക്ച്വലി ലോക്ക് ചെയ്യും കോമ്പാക്ട് ഇട്ട് കഴിഞ്ഞാൽ. സോ അതിന് വേണ്ടിയിട്ടാണ് കോമ്പാക്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഞാൻ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ കോണ്ടൂർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുമ്പം നമ്മുടെ ഷാഡോസ് വരും കുറച്ച് നമ്മുടെ ഫേസിലേക്ക്. ആ ഒരു പോയിന്റ്സുകളിലാണ് നമ്മൾ ആക്ച്വലി കോണ്ടൂർ ചെയ്യാറ്. കോണ്ടൂർ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കോണ്ടൂർ ചെയ്യും, പിന്നെ നോസിന് രണ്ട് സൈഡിലും കോണ്ടൂർ ചെയ്യും. അങ്ങനെ ഷാഡോസ് എവിടെ വീഴുന്നോ അതൊക്കെയാണ് മെയിൻലി നമ്മൾ കോണ്ടൂർ ചെയ്യുക. പിന്നെ ഇവിടെ ജോ ലൈൻസിൽ കോണ്ടൂർ ചെയ്യും. സോ ദാറ്റ് നമ്മുടെ ഇങ്ങനത്തെ ഒരു ഇല്യൂഷൻ വരുമ്പോൾ നമ്മുടെ നമ്മുടെ ചീക്ക് കുറച്ച് തിന്നായ പോയും, പിന്നെ നമ്മുടെ ജോ ലൈൻസിൽ ഇപ്പം എക്സ്ട്രാ ഡബിൾ ചിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കുറച്ചൊന്ന് കോണ്ടൂർ ചെയ്ത് കൊടുത്താൽ ആ ഒരു കുറച്ചൊരു നമ്മുടെ ഫേസ് മൊത്തമായിട്ടൊന്ന് തിന്നായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടൂർ ചെയ്യുന്നത്. ഇതിവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് LA Girl Pro കൺസീലറിന്റെ HD ഹൈ ഡെഫിനിഷൻ കൺസീലറാണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിന്റെ വാട്ടർ പ്രൂഫ് ഐബ്രോ പെൻസിലാണ്. ഇൻ ദി ഷെയ്ഡ് 02 ഡാർക്ക് ബ്രൗൺ. ആ ഫോട്ടോയിൽ നസ്രിയുടെ ഐബ്രോസ് ഒക്കെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഞാനൊന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാകുമ്പോൾ അത്ര ആർട്ടിഫിഷ്യാലിറ്റി തോന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ആൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഐ ഷാഡോസ് ഇട്ട ഫീലൊന്നും തോന്നിയില്ല. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ മെബിലിൻ്റെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഷെയ്ഡാണ് ക്രീസ് കോണ്ടൂർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഐലിഡ്സ് കവർ ചെയ്യുന്നത്. എക്സസ് ഉള്ളത് ടാപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് വിൻഷീൽഡ് വൈപ്പർ മോഷനിൽ ഇങ്ങനൊരു മോഷനിലാണ് നമ്മൾ ക്രീസ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ഒന്ന് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. അതുകൊണ്ടാണ് ഒരു ഡാർക്കർ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ക്രീസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. എക്സസ് ഉള്ളത് എപ്പോഴും നമ്മളിങ്ങനെ തട്ടിക്കളയണം കേട്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര ഇൻറ്റൻസിറ്റിയിലായിരിക്കും. പിന്നെ നമുക്കത് ഇൻറ്റൻസിറ്റി കുറയ്ക്കാനൊക്കെ കുറച്ച് പണിയെടുക്കും. എക്സസ് ഉള്ളത് എപ്പോഴും തട്ടിക്കളയാം. 90 ഡിഗ്രി ആംഗിൾ പിടിക്കണം കണ്ണിനാണ്. അതിനുശേഷം കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ ഐലിഡ്സിന്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു പാറ്റിംഗ് മോഷനിൽ കൂടെയാണ് നമ്മൾ ഐലിഡ്സിന്റെ മുകളിൽ ആ ഷെയ്ഡ് ഇടുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ബ്രോബോൺ എന്ന് പറഞ്ഞാൽ ഈ ഐബ്രോസിന്റെ താഴെയുള്ള ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം പാലറ്റിൽ നിന്ന് ഈ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അത് വരുന്നത് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് തന്നെ ബ്രോബോണിന്റെ താഴെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ ഐ മേക്കപ്പ് മറ്റേ ഐലൈനർ എഴുതാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ബ്ലൂ ഹെവൻ്റെ സ്കെച്ച് ഐലൈനറാണ് മുകളിൽ ഐലിഡ്സിന്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അത് ഭയങ്കര വിങ്ങില്ല, ചെറിയൊരു വിങ്ങിടാണ്. പിന്നെ അതിനുശേഷം നസ്രിയുടെ പിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്നർ കോണിന്റെ വടിയും പിന്നെ ഔട്ടർ കോണിന്റെ വടിയും കുറച്ചൊരു കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷെ മൊത്തം ലോവർ വാട്ടർ ലൈനിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഐലാഷിന്റെ മുകളിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ലോവർ വാട്ടർ ലൈനിൽ ഇന്നർ കോർണറും ഔട്ടർ കോർണറും മാത്രം കുറച്ച് കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ തുടങ്ങാം. കാജലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ കൊളോസൽ കാജലാണ് കേട്ടോ. മെബിലിൻ്റെ തന്നെ കൊളോസൽ വോളിയം എക്സ്പ്രസ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ആ പിക്ചറിൽ എനിക്ക് മനസ്സിലായത് മുകളിൽ മാത്രമേ മസ്കാര ഇട്ടിട്ടുള്ളൂ, താഴെ ഇട്ടിട്ടില്ല. സോ ഞാനും മുകളിൽ മാത്രമേ മസ്കാര ഇടുന്നുള്ളൂ. അത് ഞാനൊരു 2-3 കോട്ട്സ് മസ്കാര ഇടുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള ഒരു ഡ്രമാറ്റിക് ലുക്ക് അതിനുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ സിവാന കളേഴ്സിൻ്റെ ചീക്ക് ആൻഡ് കോണ്ടൂർ പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എൻ്റെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് സ്മൈൽ ചെയ്തിട്ട് നമ്മുടെ ആപ്പിൾ ഓഫ് ചീക്സിൽ മൊത്തമായിട്ട് ഈ ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഇതിലും നമ്മൾ ഇങ്ങനെ സർക്കുലർ മോഷനിൽ കൂടെ ഇതിൽ കൂടെ ഇങ്ങനെ ഓടിച്ചിട്ട് ആക്സസ് ഉള്ളത് ടാപ്പ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ വരും. പിന്നെ നമുക്കത് കുറയ്ക്കാനൊക്കെ ഭയങ്കര കുറവൊന്ന് കൂടുതൽ ആക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ കൂടുതലിന് കുറവാക്കാൻ കുറച്ച് പണിയുണ്ട്. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് സാധനം എടുത്താലും കുറച്ചൊന്ന് എക്സസ് ടാപ്പ് ചെയ്ത് കളയാം. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാം.
സ്മൈൽ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആപ്പിൾ ഓഫ് ചീക്സ് ഫിൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് ഇവിടെ എൻഡ് ചെയ്യുന്നവരെ അങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന പോലെ ബ്ലഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. സിവാന കളേഴ്സിൻ്റെ ഷിമർ ബ്രിക്സ് എന്ന് ഈ ഒരു ഷെയ്ഡാണ് രണ്ടാമത്തെ ഷെയ്ഡാണ് ഞാൻ എൻ്റെ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഈ നമ്മുടെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന എന്താ പറയുക പോയിന്റ്സിൽ, ഷാഡോ വരുന്നതല്ല, റിഫ്ലക്ട് ചെയ്യുന്ന പോയിന്റ്സിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് തീർന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ലൈനർ. അവൾ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്, അതിനത് ക്ലിയർലി വിസിബിൾ ആണ്. സോ ഞാൻ ഷാംപൂറിൻ്റെ ഒരു ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ള ഒരു വെൽവെറ്റ് ടച്ച് ലിപ് ലൈനർ പെൻസിലാണ്. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്കിനെ കൂടുതൽ ഒരു ഗ്ലോസിൻ്റെ എഫക്റ്റാണ് ആ ഒരു ഫോട്ടോയിൽ എനിക്ക് തോന്നുന്നത്. സോ ഞാനതിലൊരു ലിപ് ഗ്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് റിമൽ ലണ്ടനിലെ ക്രീം ലിപ് ഗ്ലോസ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 565 റെഡ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ള ലിപ് ഗ്ലോസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്.